മഹേഷ് പണിക്കർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങ് ശബരിമലയിലൊക്കെ വെച്ച് കണ്ട ഈ ഭണ്ഡാരിയാണ് അവിടെ ഇരിക്കുന്നത്, സ്മാർട്ട് ക്രിയേഷൻസ്. ഒരു തരത്തിലും ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് ഒരു പങ്കുണ്ട് എന്ന് ഇതുവരെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പലപ്പോഴും ഇങ്ങനെ വാദങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്ഥിതിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടായത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരൊരു ടീം വർക്കായാണ് ശബരിമലയിൽ വന്നത്. അപ്പോൾ ഈ ടീം വർക്കിന് പിന്നിൽ അവിടെ ഉണ്ടായിരുന്നവർ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ ദൈവതുല്യന്മാരുണ്ടല്ലോ. നമ്മൾ ഈ പറയുന്ന ദൈവതുല്യരിലേക്ക് എത്താനുള്ള ആ ഒരു മിസ്സിംഗ് ലിങ്കാണ് ഈ ഭണ്ഡാരിയൊക്കെ ആദ്യമേ അറസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ അവരാ കുറച്ചുകൂടെ വ്യക്തമായ തെളിവൊക്കെ കിട്ടാനും പിന്നെ ഇതിൻ്റെ പരിശോധനയുടെയൊക്കെ ആ ഒരു ഇത് വരാനും വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ അത് അവർക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭണ്ഡാരിയൊക്കെ ആദ്യം തന്നെ പറയുന്നുണ്ടെന്നേ, ഭണ്ഡാരിയുടെ ജയറാമിൻ്റെ ഈ പറഞ്ഞ ജൂൺ 15 തീയതി ആണ് 2019 ജൂൺ 15 ജയറാം ഒരു പത്രസമ്മേളനം പോലെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ചിട്ട് ഭണ്ഡാരി അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് 3 ഗ്രാം മതിയെന്ന് അയാൾ പറയുന്നുണ്ട്. 25 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ യൂട്യൂബിലൊക്കെ കിടക്കുന്ന സാധനമാണ്, അവരുടെ സ്മാർട്ട് ക്രിയേഷൻ്റെ സൈറ്റിൽ കിടക്കുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇവിടെ വന്ന് വക്കീലിനെ കൊണ്ട് പറയുകയാണ് ഈ സാധനമൊന്നും ഞങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇതിനകത്ത് 400 ഗ്രാം ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരമാണ് ഇങ്ങനെ പറയുന്നത്. കാര്യം ഇവനെയൊക്കെ അന്ന് ആ അടുത്ത ദിവസം തന്നെ പിടിച്ച് അകത്ത് കണ്ടാണ്. പക്ഷേ അവർ കറക്റ്റായിട്ട് തെളിവെടുത്തിട്ട് ഇപ്പോൾ എന്തായാലും അകത്തായിട്ടുണ്ട്. അപ്പം ഇത് ലീഡ് ചെയ്യും, ഇത് മേളിലോട്ട് ഇതിൻ്റെ ലീഡ്സ് എല്ലാം കറക്റ്റായിട്ട് പോകും. കാര്യം ഇതിനകത്ത് തന്ത്രിയുടെ ഉണ്ട്. പിന്നെ ഇവർക്ക് തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻ വരെ ഒരു സബ്സിഡറി ആയിട്ട് ഇവർക്ക് ഈ ആൻറ്റി കച്ചവടം ഉണ്ട്. നമ്മുടെ 18-ാം പടിയുടെ വർക്കൊക്കെ അവരാണ് ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഈ സാധനങ്ങളും എല്ലാം കൂടെ ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഇവർ ഒരു 4-5 ദിവസമൊക്കെ അകത്തൊക്കെ ഇവർ SITയുടെ അന്വേഷണവും ചോദ്യമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് ഹൈക്കോടതി പറയുകയും ചെയ്തു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരൻ കപൂറുമായിട്ടുള്ള ബന്ധമൊക്കെ, കപൂറിന്റെ ഒരു ശൈലിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാഫിയ എന്ന് പറയുന്നത് വളരെ കാലമായി ശബരിമല കേന്ദ്രീകരിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് മാഫിയയിലൊക്കെ റൂഫ് ചെയ്തിരിക്കുന്ന മാളയപ്പുറത്തിന്റെ സൈഡ് ചെയ്ത് ഓക്കെ പറഞ്ഞോളൂ. അതെ തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈജിപ്റ്റ് യാത്രകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കാര്യം ഇവർ അന്താരാഷ്ട്രമായിട്ട് കൊള്ള നടന്നിട്ടുണ്ട് അവിടെ, അത് ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. ഇപ്പം ബാക്കിയുള്ള ഇതിനകത്തെല്ലാം അങ്ങനെ നമ്മുടെ ഈ ഇങ്ങേരുടെ കപൂറിൻ്റെ രീതിയിലുള്ള മോഡൽ കൊള്ളയെന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കുക, ഒറിജിനലുള്ള സാധനത്തിനകത്ത് പോറ്റിമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ സ്വാധീനമുള്ള ആൾക്കാരെ കണ്ടെത്തുക, അവരെ കണ്ടെത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഉണ്ടാക്കി അമ്പലത്തിൽ കയറ്റുക, എന്നിട്ട് ഒറിജിനൽ സാധനം അവർ കൊണ്ടുപോകുക. അത് താഴെക്കുടങ്ങൾ, നമ്മുടെ വാജിവാഹനം, അഷ്ടദിക്ക്, അതൊക്കെ ആ രീതിയിലുള്ള വിലയുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് ഇതിനകത്ത് ഇത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് ശബരിമലയുടെ ആ ഒരു പ്രകൃതിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് ആ പൂങ്കാവനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത്ര കൊല്ലം നിന്ന വാജിവാഹനം ഇത്ര ഹൈറ്റിൽ ഇത്ര ഇത് നിന്ന് അത് മറ്റേ ഇറിഡിയം പോലത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ധാരാളം പത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. താഴെക്കുടങ്ങളെല്ലാം ഈ താഴെക്കുടങ്ങളൊക്കെ ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. ഈ അഷ്ടദിക്ക് പാലകരൊക്കെ ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. തന്ത്രി എന്തുകൊണ്ട് ഇതിനകത്ത് എൻ്റെ കയ്യിലുണ്ട് തിരിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് ഇവിടെ നിയമം റിട്ടേണായിട്ട് നിയമം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമുള്ളതാണ്, പരസ്പരം ഒപ്പിട്ട്. എന്നിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് അത് ഇങ്ങനെ കാര്യം ഇത് കൊള്ള തന്നെയാണ്. ആ കൊള്ള വരുമ്പോഴത്തേക്കാണ് ഇത് പൂർണ്ണമാകുന്നത്, ഈ ഒരു അന്വേഷണം പൂർണ്ണമാകുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, വെറും ധാരപാലകപാളി ഒരു ചന്ദ്രഗ്രഹണ ദിവസം ധാരപാലകപാളി ഇപ്പോഴത്തെ പ്രശാന്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് അവരിളക്കി, ആ ഒരു ഇളക്കലിലൂടെയാണ് ഇതിൻ്റെ മൊത്തം. അത് കഴിഞ്ഞ് പിന്നെ കട്ടളപ്പാളിയായി, അത് കഴിഞ്ഞ് പിന്നെ കഥകായി, പിന്നെ മേളിലോട്ട് ബാക്കിയുള്ള അന്വേഷിച്ചോ വേറെ ആരുണ്ടെങ്കിലും പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നു. അപ്പോൾ ഈ അന്വേഷണം മൊത്തം അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് മൊത്തത്തിൽ ഇതൊരു നല്ല രീതിയിൽ തന്നെ അയ്യപ്പൻ്റെ ആ ഫുൾ പവറിൽ തന്നെ വന്നിട്ട് എല്ലാ കള്ളന്മാരെയും ഒരുപാട് കാര്യങ്ങളുണ്ട്.